എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നൊരു കോമൺ വ്ളോഗാണ്, പക്ഷെ സ്റ്റിൽ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നുകയറ്റാണ്. നിങ്ങൾക്കും നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാൻ കുറച്ച് പറ്റും. അറിയോന്ന് അറിയണ്ടേ, കുറെ കാലയിലെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. വ്ളോഗിന്റെ പേരാണ് ഹു നോസ് ബെറ്റർ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് 3 റൗണ്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് റൗണ്ടില് നമ്മളെ കുറിച്ച്, അതായത് ഇപ്പൊ എന്നെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഏട്ടനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഏട്ടനെ കുറിച്ച് ഫോണിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ കുറിച്ചും തമ്മിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല ഏതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അറിയാൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റാപ്പിഡ് ഫയർ ആണ്. രണ്ടാമത്തെ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചോദിക്കുമ്പോ പെട്ടെന്ന് വരുന്ന ആൻസർ പറയാം. മൂന്നാമത്തെ റൗണ്ട് ആണ് ആരാണ് ഇത് ചെയ്യുക, who will do this thing better, അല്ലെങ്കിൽ ആരായിരിക്കും ഇത് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തമ്മിൽ കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോ who knows better. അപ്പോ നമ്മളുടെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആക്ച്വലി ഞങ്ങള് തുടങ്ങിയിട്ട് ഇതിപ്പോ ഏകദേശം 1 വർഷത്തോളം ആവാനായി. പക്ഷെ ആദ്യം തുടങ്ങിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടു. അതായത് എനിക്ക് ആക്ച്വലി ഇതിനെ കുറിച്ച് കിട്ടില്ല. ഞങ്ങൾ കുറെ വീഡിയോസ് സത്യം പറഞ്ഞു ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ. ഞങ്ങള് എടുക്കാൻ ശ്രമിച്ചു. ഞങ്ങള് എവിടെ രാഗമയ റിസോർട്ടിൽ പോയി എടുത്തു. പിന്നെ നമ്മള് നാട്ടില് കുറച്ച് ഐലൻഡ് എന്താണ് കറക്റ്റ് എനിക്ക് അതന്നെ പേരിപ്പോ ഓർക്കുന്നില്ല. പക്ഷെ ഒരു ഏതൊക്കെയോ ഐലൻഡിൽ പോവുകയും പിന്നെ കസിൻസിന്റെ കൂടെ പോകും. പിന്നെ ഹോം ടൂർ വേറൊരു ദിവസം ചെയ്തു. പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. ഇനി മുതൽ ഞങ്ങള് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ എന്താ, ഞാൻ പിന്നെ വേറെ കാര്യം പറയാൻ വേണ്ടി നമ്മള് രണ്ടാമത്തെ വീഡിയോ ഇട്ട ശേഷം പിന്നെ എടുക്കുന്നതിന് മുമ്പ് എന്താണ് എനിക്ക് മെയിനിലുള്ള പ്രശ്നം ഇതാണ്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലുള്ളത് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് കുറെയൊക്കെ ഫ്ലോപ്പ് ആയി പോയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇനിയും കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ എന്താ പറയാ, അതിന് നമ്മള് ആദ്യത്തെ വീഡിയോ എടുത്ത ശേഷം അതായത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ആദ്യത്തെ വീഡിയോ എടുത്ത ശേഷം പിന്നെ എനിക്ക് ഒരു വലിയ പൊള്ളലൊക്കെ ഉണ്ടായി കാലിന്. അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള വേറൊരു വീഡിയോ എടുത്തു, അതും ഫ്ലോപ്പായി. അതുകൊണ്ട് എനിക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ഞാൻ അതിന്റെ ഒരു വ്ലോഗ് ചെയ്യും. അതെ. അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. ആദ്യത്തെ റൗണ്ടിലെ ക്വസ്റ്റ്യൻസ് അതെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടനൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പഠിച്ച കോളേജിന്റെ പേര്. കോളേജ് ചിത്രദുർഗ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഞാൻ ഏട്ടനെ ഏകദേശം പറയും എന്നുള്ള തോന്നുന്നു. അല്ലാതെ പിന്നെ ഞാൻ എന്റെ ഏതോ പഴയകാലം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ കോളേജ് അല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഉള്ള വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് മിക്കാനൊക്കെ ആയിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. എന്റെ വീടിന്റെ പേരെന്താണ്? വീടിന്റെ പേരൊക്കെ പേരില്ല, എല്ലാവർക്കും വീട്ടു പേരുണ്ടാവില്ലേ? എന്റെ വീട്ടു പേര് ഫാമിലി പേരാണോ? ഫാമിലി പേരല്ല, വീട്ടുപേര്. താഴത്തേടത്താണോ? അതാ വീട്ടുപേരാണോ? ഓക്കെ, ഞാൻ ഒക്കെ ആയിരിക്കും താഴത്തേടത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്ര സിമ്പിൾ. ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇടക്കിടക്ക് ഓരോന്ന് കാണിച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറയും. സ്ഥലത്തിന്റെ പേടിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി സ്വിറ്റ്സർലൻഡ് ആയിരിക്കും. അതെ. എന്റെ ഫേവറേറ്റ് മലയാളം ആക്ടറിന്റെ പേരെന്താണ്?
Yes, correct answer. എല്ലാം correct ആട്ടോ തമ്മി. എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? ഫേവറേറ്റ് ഫുഡ് എനിക്ക് തോന്നുന്നു കുറെ ലൈക്ക് നീലമായ ഫുഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഉത്തരവും ശരിയാണ്. ഞാൻ കഴിയുമ്പോട്ടെ ഇതിപ്പോ നിനക്ക് ഏത് ഉത്തരം പറഞ്ഞാൽ ശരിയാവണല്ലോ. അതെ. അല്ല എനിക്കൊരു 10-100 ഫേവറേറ്റ് ഫുഡ് ഉണ്ടല്ലോ. അപ്പൊ ഏത് പറഞ്ഞാൽ ശരിയാവണ്ടേ? എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ കപ്പ ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ഇടുക്കിക്കാരിയാണ്. കപ്പ ഇഷ്ടമാണ്. പിന്നെ ഈ കപ്പ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇടുക്കിയിലെ ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. അതെ, എനിക്ക് ഇടുക്കി ഭാഗം കുറച്ചും വലിയ വലിപ്പമുള്ള റൈസിലെ കുഞ്ഞു കുഞ്ഞു റൈസിന്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു റൈസിലെ കഴിച്ച ശീലം. ആദ്യമൊക്കെ കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഇഷ്ടമുള്ളത് പറഞ്ഞ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സംഭവമൊക്കെ ഇഷ്ടമാണ്. ഇംഗ്ലീഷ് കുസീൻ, ഫ്രഞ്ച്. ഞാൻ പറഞ്ഞില്ല അവർക്ക് എല്ലാം ഇഷ്ടമാണ്. അത്ര ആക്രാന്തമാണ്. സത്യം പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഒരു നോൺ വെജ് പ്രേമിയാണ്. അതുകൊണ്ടാണ് മെയിൻലി എനിക്ക് നോൺ വെജിന്റെ എല്ലാം. മെയിൻലി നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കനും ബീഫും പിന്നെ കുറച്ച് എന്താ പറയാ മട്ടൺ കഴിക്കും, ഉള്ളതൊക്കെ നല്ല പോലെ കഴിക്കും. ഫിഷ് ഒക്കെ സോ ബിരിയാണിയും. എനിക്ക് എഴുതിയിട്ടൊന്നുമില്ല, എനിക്കറിയാലോ ഉത്തരം. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന കപ്പ ഫിഷ് ഫ്രൈ. എന്റെ അമ്മ അത് ആക്ച്വലി ഒരു ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ അല്ല. അതെ, ഓക്കെ, അത് ശരിയായി. എന്റെ ഫേവറേറ്റ് മൂവി ഏതാണ്? അതൊന്നും ചോദിച്ചു ഞാൻ എന്നാലും അത്യാവശ്യം വൺ ഓഫ് ഏതെങ്കിലും ഒരു മൂവി. അതെ, എനിക്ക് ഇഷ്ടമുള്ള മൂവിയാണ്. ഏതെങ്കിലും മൂവി ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞോണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഭയങ്കര മൂവി ഫ്രീക്കാണ്. കാരണം ഏട്ടനെക്കാളും മൂവി ഫ്രീക്കാണ്. ഞാൻ എല്ലാ സിനിമകളും കാണാൻ ഇഷ്ടമാണ്. എല്ലാ ഭാഷകളും കാണാൻ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഏതാണ്? എനിക്ക് ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനെ കുറിച്ച് എന്താ പറയാ ഇവള് മറ്റേ ചില ഇൻസ്റ്റാഗ്രാം കോഴ്സ് ഒക്കെ വരും. മറ്റേ എന്താ കുറെ കൂടെ ഇതൊക്കെ ഭയങ്കര ഷെയറിംഗ് ഒക്കെയാണ്. പക്ഷെ ഇത് ഫുഡ് കുറച്ച് ശരിയാവോ? നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുന്നുണ്ട്. വീട്ടുപണിയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഉറങ്ങണം. എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോദിക്കാം. എന്റെ ക്വസ്റ്റ്യൻസ് തുടങ്ങുകയാണ്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് എന്ത് വീഡിയോസ്? നമ്മൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് എന്താണ്? അത്ര നമ്മൾക്ക് താല്പര്യമില്ല. ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ നീ എപ്പോഴും നോക്കുമ്പോൾ ഞാൻ കാണുന്ന വീഡിയോസ് കോമൺ വീഡിയോസ് ആണ്. ഞാൻ ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസ് സാധ്യതയില്ല. എനിക്ക് നല്ല അറിയുന്ന ആൻസേഴ്സാണ്. അത്രേ ഉള്ളൂ. ഫ്രണ്ടാണ്. എന്നാലും ഞാൻ ഫേസ്ബുക്കിൽ എപ്പോഴും എൻജോയ് ചെയ്ത് കാണുന്ന, ഫേസ്ബുക്കിൽ പറയുന്നത് യൂട്യൂബല്ല, ഫേസ്ബുക്കിൽ എപ്പോഴും എൻജോയ് ചെയ്ത് കാണുന്ന വീഡിയോസ് ലക്ഷ്മി സഞ്ജു എന്ന് പറഞ്ഞ ആൾക്കാർ എപ്പോഴും ഇരുന്ന് കാണും. ഭയങ്കര അഡിക്ഷൻ പോലെ ഇരുന്ന് 24 മണിക്കൂർ ഇരുന്ന്. അവർക്ക് അറിയാറില്ല ഞാൻ അവര് പുതിയ വീഡിയോ കാത്തിക്കണം. ഞാൻ എന്ന് ഞാൻ ആയിക്കൊണ്ടിരിക്കും. പുതിയ വീഡിയോ വന്നില്ലേ, പുതിയ വീഡിയോ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസ് ഒക്കെ. രണ്ടുപേരും ഭയങ്കര നല്ല ആക്ടേഴ്സ് ഉണ്ട്. നമ്മൾ അസോസിയേഷൻ തുടങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒബിയസ്ലി സ്റ്റാർ മാജിക്കിലെ കുറെ കോമഡി അല്ല ഞാൻ എന്റെ സ്റ്റാർ മാജിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കാണാറുണ്ട് കളികൾ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് അധികം ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് സ്കിൽ ഉണ്ട്. സ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്കില്ല്. നന്നായി തുടയ്ക്കും. നമുക്ക് നമ്മളെ വീട്ടിലില്ല, നമ്മളെ കുടുംബക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു സ്കില്ല്. നമ്മളെ കുടുംബക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗപ്പെടുന്ന ലോക്ക്ഡൌൺ സമയത്തൊക്കെ ആരെ സഹായിക്കാൻ വേണ്ടി ഞാൻ പൊടിയേറ്റെടുത്ത എന്റെ നല്ലൊരു സ്കില്ല്. ഉത്തരം പറഞ്ഞ് കരയോട്ടാ. അത്ര നല്ല ഉത്തരമാണ്, സിമ്പിൾ ഉത്തരമല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ക്ലൂ തരുന്നില്ലേ? ഞാൻ സാരെങ്കിലും അച്ഛനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഉപകാരപ്പെട്ടിട്ടുള്ള എന്റെ ഒരു സ്കില്ല്. നന്നായി കളിക്കുകയൊക്കെ ചെയ്യും. കളിക്കാൻ പോകുന്നതൊക്കെയാണോ? സ്കില്ലാണ്. ഇനിയിപ്പോ എന്താ വേറെ ഇവർക്ക് രണ്ടുപേർക്കും ഉപകാരം ചെയ്യാൻ
Okay. ഞാൻ പറയാം മുടി വെട്ടിക്കൊടുക്കും എല്ലാവർക്കും മുടി വലിയ നല്ല ബാർബറാണ്, നല്ല ഭാവിയുണ്ട് ബാർബറായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാർബർ. തോന്നുന്നത് നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ബാർബറിന്റെ പരിപാടി. അതെ, ഈ കുറെ മുടി വെട്ടുന്ന അത് പല സ്റ്റൈലിലും വെട്ടി നശിപ്പിച്ച് അവസാനം നശിപ്പിച്ചാലും നല്ല രീതിയിൽ അതിനെ എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് പാളി പോയി തോന്നിയാലും രക്ഷപ്പെട്ടു. എന്നാലും പറയാതിരിക്കാൻ വയ്യ, നല്ലതാണ്. ഞാൻ എന്തായാലും ചെയ്യാൻ കൊള്ളാവുന്ന പരിപാടിയാണ്. ഞാനൊരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഒന്നും പറയില്ലേ. ഞാൻ ആക്ച്വലി ബേസിക്കലി ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആണ്. പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ച് എക്സ്ട്രോവേർട്ട് സാഹചര്യങ്ങൾ കൂടി എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കുക. കുറച്ചും കൂടെ സോഷ്യലൈസ് ചെയ്യാനും സംസാരിക്കാനൊക്കെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുവായിരുന്നു ചെറിയ കുട്ടിക്കാലത്ത്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുട്ടിക്കാലത്ത് അത്രയും ഒരു പാവമായിട്ടുള്ള ഒരാളെ. പക്ഷേ സ്റ്റിൽ എനിക്ക് കുറച്ച് പേരൊക്കെ ലൈക്ക് ഒരു വലിയ സൊസൈറ്റിയിൽ പോയിട്ട് എനിക്ക് പോയാൽ ഭയങ്കര ഒരു കോൺഷ്യസ്നെസ് ഞാൻ ഇപ്പോഴും ആവാറുണ്ട്. പൊതുവെ എനിക്കൊരു വലിയ ഒരുപാട് ഗ്യാങ് ഓഫ് ആൾക്കാർ എനിക്ക് അറിയാത്തവർ കണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ അത് ഒരു ഇൻട്രോവേർട്ടിന്റെ സൈനാണെന്ന് എനിക്കറിയാം. പുറമേ പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്നെ അടുത്തത് ദില്ലിയുടെ ഫോണോ, എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, എന്റെ വാട്ട് ഈസ് ആൻഡ് വാട്ട് വാസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയേഴ്സ്. ഫിസിക്കലി അങ്ങനത്തെ സംഭവം എനിക്കിപ്പോൾ ഭയങ്കര പേടിയുള്ള, എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം. അതൊക്കെ പേടിയല്ല, അതൊന്നും ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തിരിച്ച് പിടിക്കാൻ സാധനമുള്ളൂ. അതൊക്കെ സ്നേഹം കൊണ്ടുള്ള സാധനം. ഒരാളുടെ എനിക്ക് ഏറ്റവും വാട്ട് ഇസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? ഫിയർ ഓഫ് ഹൈറ്റ്. ഒരു ഹൈറ്റ് ചാടാനും എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പ്രത്യേകിച്ച് അമ്യൂസ്മെന്റ് പാർക്കിലൊന്നും പോയില്ല. ഒരു വർഷം ദുബായിൽ പോയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇതിന്റെ അടുത്തൊക്കെ മറ്റേ കൊച്ചു കുട്ടികളെ പോലെ മറ്റേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണ് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ദുബായിൽ പോയിട്ട് ഇവിടെ ഞാൻ കയറ്റി വിട്ട് എനിക്കതൊന്നും വേണ്ട, എനിക്ക് കൂടെ വരണം. എന്നിട്ട് എന്റെ കൂടെ ഞാൻ പറഞ്ഞു തലകുത്തി ഏട്ടാ ഏട്ടാന്ന് വിളിക്കുന്നത് ഏട്ടനും. അത് ഫിയർ ഓഫ് ഹൈറ്റ്സ് മനസ്സിലാവും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഹൈറ്റ്സ്, നമ്മൾ പേടി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വല്ല അറ്റക്കം ചത്തുപോയാൽ നിങ്ങൾ നോക്കാൻ ആരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പോയില്ല. അതെന്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എന്റെ ഫിയർ ഓഫ് ഹൈറ്റ്സിലൊക്കെ അറിയാം, ഭയങ്കര പാടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് സിമ്പിൾ ആണോ? എൻ്റെ മൊബൈലിൽ ഞാൻ വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും അല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ്, ഞാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മറ്റേ ഡ്രീം ലെവന്റെ എനിക്ക് ഡ്രീം ലെവൻ ഭയങ്കര അഡിക്ഷൻ. ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ക്രിക്കറ്റ് ആർമിയുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ ഡ്രീം ലെവൻ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡെയിലി 10 കളി കളിക്കും. അത് കളിക്കുക, ഞങ്ങൾ കപ്പ് കൊടുക്കുന്നു, മറ്റേ ടൂർണമെന്റ് വിന്നേഴ്സിന് മറ്റേ ഫോട്ടോ ഒക്കെ മറ്റേ ഫ്ലക്സ് കളിക്കുക, വൻ സെറ്റപ്പ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര രാത്രി ഉറങ്ങാനൊക്കെ കളിക്കാറുണ്ട്. കളിക്കാൻ മീൻസ് സ്കോർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ. എന്തായി ഞാൻ മുമ്പിലെ ഞാൻ ബാക്കിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഭയങ്കര ലൈക്ക് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ് പരിപാടി. അവർക്കറിയാം, ഞങ്ങളുടെ ഗ്യാങ്ങിലൊക്കെ അറിയാം. പേര് പറയുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, ലാഗടിക്കും, ഞാൻ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രിങ്ക് ഏതാണ്? പ്രോട്ടീൻ ഷേക്കിന്റെ സാധനം പിന്നെ ലൈം ജ്യൂസിന്റെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന സാധനമല്ലേ മറ്റേ കോഫി. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടം. കോഫിന്റെ പിന്നെ കോഫി ഇഷ്ടമാണ്. എന്റെ മനസ്സിൽ തള്ളി അതൊന്നും മറക്കണേ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, എന്റെ മനസ്സിലുള്ള ആൻസർ കോഫി ആയിരുന്നെങ്കിൽ പോലും ശരിക്കും ഉത്തരം പ്രോട്ടീൻ ഷേക്കാണ്. അപ്പൊ എന്റെ ഉത്തരത്തിൽ നിങ്ങൾ കവച്ചു വെച്ചിരിക്കുകയാണ്. ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ് മാൻ. അല്ല ശരിക്കും ഞാൻ ഓർത്തില്ല പ്രോട്ടീൻ ഷേക്ക്. ഞാൻ കോഫി ഉദ്ദേശിച്ചത്. കോഴിക്കോട് ബിരിയാണി, അൽഫാം.
ബിരിയാണി വളരെ ഇഷ്ടം, ബിരിയാണി ഡെഫിനറ്റ് ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് എപ്പോഴും കഴിക്കാൻ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള സാധനം അൽഫാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അൽഫാം ഉണ്ടാക്കി പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അൽഫാം വ്ലോഗ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. തന്തൂരി ചിക്കൻ്റെ അൽഫാം അല്ല, തന്തൂരിയാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ മലപ്പുറം വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്നലെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയത്. ആക്ച്വലി എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പി. അത് അമ്മ അവിടെ ഉണ്ടാക്കി ഭയങ്കര അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിനി അങ്ങനെ ആയി മാറണം. അതെ, അമ്മയുടെ അത്ര എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. എങ്കിലും എന്താ പറയാ, ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു വ്ളോഗ് അതിന് വേണ്ടിയിട്ട് തന്നെ വ്ളോഗ് ചെയ്യാം. നല്ല റെസിപ്പി, കാരണം നമുക്ക് ഈ ഓവൻ ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് സംഭവം നമുക്ക് ഒരു റെസിപ്പി ചെയ്യാം, ഒരു വ്ളോഗ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഓക്കെ, അപ്പൊ എന്റെ ഇത് കഴിഞ്ഞു. ഓക്കെ, എന്താണ്? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കും. അപ്പൊ നെക്സ്റ്റ് റൗണ്ട് ഇസ് റാപ്പിഡ് ഫയർ. ഞാൻ ഗുഡ് ഗേൾ ആയിട്ടല്ല എഴുത്താണ് എന്റെ മെയിൻ. ഞാൻ ഫോൺ ടൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ക്വസ്റ്റ്യൻ ആവശ്യം തരും. ഓക്കെ, റാപ്പിഡ് ഫയർ നമ്മൾക്ക് പെട്ടെന്ന് ആൻസർ പറയണം. നമ്മളെപ്പോഴും അടി ഉണ്ടാക്കുന്നത് എന്തിനാണ്? സോറി, ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇത് രഹസ്യ ക്വസ്റ്റ്യൻ വീണ്ടും. പക്ഷെ റാപ്പിഡ് ഫയർ ആകുമ്പോൾ പെട്ടെന്ന് പറയണം. എന്തിനാണ് ഉണ്ടാക്കാം? നിന്റെ ഉറക്കത്തിന്റെ ആയിരിക്കാം, ഉറക്കം പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് സമയത്ത് നമ്മളെപ്പോഴും ഇല്ലേ, അതിപ്പോ ഒരു ചോദ്യമാണോ? നമ്മളടിക്കുന്നത് പറഞ്ഞ കേൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന അടിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം പറയാം, നീ ഫസ്റ്റ് ഉത്തരം, നീ പറ ഉത്തരം. ഏതാ ഉത്തരം? അത് തൊട്ടനും പിടിച്ചതിന് ഏട്ടന് ദേഷ്യം വരും. ഞാൻ പറയല്ലേ, തൊട്ടനും പിടിച്ചതിന് ഏട്ടന് ദേഷ്യം വരും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ എന്താ പറയാ, ഞാൻ കഷ്ടപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിലപ്പോ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് കുറെ കാര്യം ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓബ്വിയസ്ലി നമുക്ക് ദേഷ്യം വരും. അപ്പൊ അടിയോ അങ്ങനെയൊക്കെ അടിയണോ? പിന്നെ ഞാനും അടി ഉണ്ടാക്കുമല്ലോ, അതിന് വേറെ കാര്യം. ഞാൻ നമ്മള് ഏട്ടന്റെ കാര്യം ചോദിച്ചത്, മറ്റേതൊക്കെ വലിയ ക്വസ്റ്റ്യൻ, വലിയ ആൻസർ ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ഇപ്പോഴോ? ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് ഹൂ കിൽഡ് സാറ, നെറ്റ്ഫ്ലിക്സിൽ ഹൂ കിൽഡ് സാറ. എന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നെയുള്ള ഞാനൊരു പാട്ടായിട്ട് അവതരിപ്പിച്ചിട്ട് നിന്നെനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. നീ എന്ത് അടിണ്ടായാലും പെട്ടെന്ന് മറക്കും, പെട്ടെന്ന് ഫോർഗിവിംഗ് ആണ്. എന്ത് സംഭാഷണം പെട്ടെന്ന് മറന്ന് പെട്ടെന്ന് സോൾവ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് പോലെ. അതുകൊണ്ട് പെട്ടെന്ന് സോൾവ്. ഞാൻ എന്തോരം തരും. ഞാൻ പൊതുവെ ഭയങ്കര കുറച്ച് ദേഷ്യക്കാരനാണെന്ന് എനിക്കെന്നെ അറിയാം. അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് മറന്ന് ഞാൻ തന്നെ കോംപ്രമൈസ് ചെയ്ത് ഞാൻ തന്നെ എന്റെ ഭാഗത്ത് ചിലപ്പോ ശരിയായിരിക്കും, എന്നിട്ട് ഞാൻ തന്നെ അങ്ങനൊന്നുമില്ല. ഞാൻ ഇടുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സിംഗ് ഏതാണ്? ഡ്രസ് സ്റ്റൈലൊക്കെ എനിക്കെല്ലാം ഇഷ്ടമല്ലേ. എനിക്ക് ഇപ്പൊ ലൈക്ക് ജീൻസും ടീഷർട്ടും ഡ്രസ്സുണ്ട്, ഇഷ്ടമാണ് എനിക്ക്. പിന്നെ പൊതുവെ എനിക്ക് ഏറ്റവും ഭംഗി എന്റെ അഭിപ്രായത്തില് സൽവാസ് ആയിരിക്കും. സൽവാർ പുതിയ ഭംഗിയാണ്. നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം, നമ്മള് കണ്ടുമുട്ടിയതാണോ അതോ സംസാരിച്ച് മുട്ടിയതാണോ? നമ്മള് കണ്ടുമുട്ടിയ, അതായത് നമ്മള് ആദ്യമായിട്ട് കണ്ട സ്ഥലം. കറക്റ്റ് സ്ഥലത്തിന്റെ പേര് പറയണം, ഏത് എവിടെയാണ്, ഏത് നാട്ടിലാണെന്നും പറയണം. ബാംഗ്ലൂരാണ് ഡെഫിനറ്റ്ലി. ബാംഗ്ലൂർ ആ മോളുടെ പേര് എന്താ? വിയാറമാണ്. എന്തായാലും എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഞാൻ എന്തോ അന്ന് ഞാനിട്ടിരുന്ന ഡ്രസ് ഏതായിരുന്നു? അന്നോടെ ഡ്രസ് അല്ലല്ലോ, എന്റെ കസിന്റെ ഡ്രസ് അല്ലേ? അന്ന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ് നല്ല ഭംഗിയുള്ള ഡ്രസ്. ആക്ച്വലി അത് ഭയങ്കര രസമുള്ള ഡ്രസ്സാണ്. എന്റെ ഡ്രസ്സിന് ഇത് ഒരു വരവൽ ഡ്രസ് അല്ലല്ലേ അത്? അന്ന് ഞാൻ പറഞ്ഞേ നല്ല ഭംഗിന്റെ ഉടുപ്പാണ് വെച്ചപ്പോ ഞാൻ ഇന്നലെ വാങ്ങിച്ചത്. അന്ന് ഞങ്ങള് ആദ്യം കാണില്ല, ഞങ്ങള് അറേഞ്ച് മാരേജ് പോലത്തെ കല്യാണം. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലോ. പിന്നെ പറഞ്ഞു എന്റെ കസിൻ ഡ്രസ്. അന്നത്തെ ദിവസം എനിക്ക് ഓർക്കാൻ വയ്യ, ഞാനൊന്നും മിണ്ടത്തുമില്ല. അതിനെ കുറിച്ച് വേറൊരു വ്ലോഗ്. നമ്മൾ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണ്? ദേഷ്യം വരും. അല്ല, എനിക്ക് അങ്ങനെ ദേഷ്യം വരുത്തുന്നില്ല. ഏട്ടൻ അത്രയും പെട്ടെന്ന് നമ്മൾ രണ്ടും കോമൺ കാര്യം. നമ്മൾ പൊതുവേ വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന രണ്ടുപേരാണ്. അത് വലിയ പ്രശ്നത്തിനൊന്നും പുറമേ ആയിട്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നമുണ്ട്. പക്ഷെ പുറമേ അങ്ങനെ ആളുടെ വഴക്കൊന്നും പോവാതെ സിമ്പിൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ രണ്ടുപേരാണ്. അല്ലേ? അതാണ് ആൻസർ.
അങ്ങനെ അതൊന്നുമല്ല ആൻസർ. നിന്റെ ആൻസർ പറ. നമ്മള് നമ്മള് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫ്, പ്രൈവറ്റ് ആയിട്ടുള്ള അതായത് പ്രൈവസി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അല്ലേ? അതെ, നമ്മൾ രണ്ടുപേരിലും നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലും കുഴപ്പമില്ല, മറ്റു കുറേ ആൾക്കാർ വേണമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ രണ്ടുപേരും മാത്രമായിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും പല സമയത്തും നിലീന അവരുടെ നിന്റെ ടി വി വരുന്ന കണ്ട് ഞാൻ അപ്പുറത്ത് എൻ്റെ സംഭവം ചെയ്യുന്നത്. ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഭയങ്കര പ്രൈവറ്റ് മൊമെന്റ്സും ലൈക്ക് പേഴ്സണൽ സ്പേസ് ഭയങ്കരമായിട്ട് എൻജോയ് ടൈം അല്ലെങ്കിൽ മീ ടൈം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മൾ രണ്ടുപേരും. വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് തുടങ്ങിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ സങ്കടം വരുന്ന ഒരു കാര്യം എന്താണ്? പെട്ടെന്ന് സങ്കടം വരും. ഞാൻ വഴക്കാറും സങ്കടം വരും. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നോട് നീ ഒട്ടും റെസ്പോൺസിബിൾ അല്ലാതെ പറയുമ്പോൾ ആക്ച്വലി പുള്ളിക്കാരി വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വളരെ നല്ല ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യം ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞ വളരെ ചെറിയ കാര്യമുണ്ട്, കുട്ടിക്കാരുണ്ടാവും, അത് ചെയ്യില്ല. പക്ഷേ ഒരുപാട് എഫേർട്ട് എടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ നാച്ചുറലി ഇപ്പം നീ ആ സംഭവം ചെയ്യണേ എന്ന് പറഞ്ഞ സംഭവം കണ്ടില്ല നമ്മൾ പറയും അത് ചെയ്യേണ്ടത്, അത് വഴക്ക് പറയുമ്പോൾ ആകെ വിഷമം പോകും. അതായത് കുറ്റപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് സങ്കടം എന്നാണ്. ബേസിക്കലി വളരെ ലോല മനസ്സിലായതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ വേഗം വിഷമം പോകും. ചെറിയ കാര്യം ഇപ്പം പെട്ടെന്ന് സങ്കടം ഞാൻ പറഞ്ഞിട്ടില്ലോ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു തിങ്ക് ഈസ് ഹാപ്പിനെസ്? രാവിലെ ആംബ്ലേറ്റ് ചോറാ ഇല്ല, ഞങ്ങളെ സംഭവിച്ചാലും ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ ഹാപ്പിനെസ് ആണ് നിന്റെ ഹാപ്പിനെസ് ആണ്. ആര് ക്വസ്റ്റ്യൻ ഹാപ്പിനെസ്? വാട്ട് ഡു തിങ്ക് ഇസ് ഹാപ്പിനെസ്? എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അവർ ഞാൻ കാരണം ഹാപ്പി ആയിട്ടിരിക്കുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്റെ ഹാപ്പിനെസ് ഇതാണ്. പിന്നെ ഐ എം സീയിങ് പീപ്പിൾ അറൗണ്ട് മീ ഹാപ്പി മേക്സ് മീ ഫീൽ ഗുഡ്. പിന്നെ ഞാൻ ഇത് എൻ്റെ ഹാപ്പിനെസ് ആണ് ബേസിക്കലി എൻ്റെ ചുറ്റും ഉള്ള ആളുകൾ ഞാൻ കാരണം ഹാപ്പി ആവുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി ആവുന്നത്. അതാണ് എൻ്റെ സംബന്ധിച്ചോളം ഹാപ്പി. പിന്നെ നല്ല ചിക്കൻ. ഓക്കെ, അതായിരുന്നു എന്റെ ഭാഗത്തു നിന്നുള്ള റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ. നമ്മൾ കടക്കുകയാണ്. പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിച്ചത്. അടി കൂടുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റി. അടിയുള്ളൂ, സ്നേഹത്തിന്റെ ക്വസ്റ്റ്യൻസ്. സ്നേഹം കൂടാത്തപ്പോൾ നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റി. അടി കൂടുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ക്വാളിറ്റി പെട്ടെന്ന് നമ്മള് അത് ഞാൻ തന്നെ സോൾവ് ആക്കുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ ഈഗൊക്കെ വെച്ച് നടന്ന് ഒന്നും മിണ്ടാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. ഞാൻ തന്നെ പുറകെ പോകും. പെട്ടെന്ന് ബാക്ക് നോവല നമ്മൾ പെട്ടെന്ന് അങ്ങനെ വെച്ചോണ്ടിരിക്കാറില്ല. അത് ഞാൻ നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തത് നമ്മൾ അടി ഉണ്ടെങ്കിൽ കഴിയുന്നതും രാത്രിക്ക് നമ്മൾക്ക് തന്നെ കോംപ്രമൈസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോൾ കറക്റ്റ്ലി നമ്മൾ രണ്ടിനും കോമൺ ബെസ്റ്റ് ക്വാളിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആരെങ്കിലും നിന്നെ ഓവറെ ഉപദേശിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും അവരുടെ കൂടെ തന്നെ നിൽക്കും, എന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഉപദേശിക്കും. കുറച്ച് കോമഡി ആയിട്ടുള്ള കുറച്ച് നമുക്ക് ചിരി വരുന്ന ഉപദേശങ്ങളുണ്ടല്ലോ. അപ്പൊ നിന്റെ വലിയ ആക്കുന്നതിന്റെ മോളെ എനിക്ക് പറഞ്ഞ അങ്ങനത്തെ ഭയങ്കര താത്വികമായ ഉപദേശം തരുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിന്റെ കൂടെ ചിരിപ്പിക്കാൻ നോക്കും. ഞാൻ നൈസ് മാറി നിന്നിട്ട് അതെന്റെ ഉത്തരം. സോറി, ആ ക്വസ്റ്റ്യൻ ചേച്ചി പോയി. നമ്മൾ ഇത്രയും കാലം കണ്ടതല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തും ഇൻവോൾവ് ആയി കണ്ട വെബ് സീരീസ് ആണ്. ആക്ച്വലി വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കണ്ട കുറച്ച് വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഐ തിങ്ക് നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത വെബ് സീരീസ് ഇത് കണ്ട് ഏറ്റവും എൻജോയ് മറ്റേ സാധനം ഞാൻ ഉത്തരം അതാണ്. പേരെന്താ? ഞാൻ വരെ പേര് മറന്നുപോയി. എനിക്ക് ആക്ച്വലി പഴയ കാലത്തോട് പോയി നമ്മൾ കുറെ പണ്ടും കണ്ടു. അപ്പൊ മണി ഹീസ് ആയിരുന്നു. മണി ഹീസ് ഞാൻ ഈ അടുത്ത സീസൺ ഓഗസ്റ്റിൽ വരും തോന്നുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ട് ഏറ്റവും റിസ്കി ആയിട്ടൊരു സ്പോട്ടിലെത്തിയത് എപ്പോഴും പണി പാടിയൊരു ട്രാവൽ. ആക്ച്വലി നമ്മളെ എപ്പോഴും ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴും നമ്മള്
എൻ്റെ വീട് ഇടുക്കിയിൽ നിന്നാണ്. ആദ്യം അങ്ങോട്ട് പോയ സമയത്ത് ആദ്യം അവിടെ എത്തുന്ന മുമ്പായിട്ട് നമ്മൾ രാത്രിയായി. രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞാണ് രാത്രി പോകണ്ടെന്ന്. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും എന്താ പറയുക, ഈ മഴ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മഴയൊക്കെ പെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയാ പോകുന്നത്. ഈ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നത്. ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചു. നമ്മൾ പെട്ടെന്ന് എത്തുന്ന വഴി കൂടെ കയറി. അപ്പൊ ഒരു എന്താ പറയാ ഒക്കെ ഉള്ള റോഡിലെത്തി. പിന്നെ റോഡ് പോകുന്നവരും കുഞ്ഞു കുഞ്ഞു എന്റെ വണ്ടി ആക്ച്വലി അത്യാവശ്യം ഈ ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നലാണ് ഞാൻ കയറി പോകും സിമ്പിൾ എന്നുള്ള കൂടെ എനിക്ക്. പക്ഷെ ഇടിക്കുകയാണെങ്കിൽ ഇടിക്കുമ്പോൾ വിചാരിച്ച പോലെയല്ല. അവസാനം ഞങ്ങൾ പോയി അപ്പൊ ചെറു തുടങ്ങുമ്പോൾ ഏട്ടാ പോകണ്ട പോകുമ്പോ വണ്ടി ഓഫ് റോഡ് വണ്ടി പവറല്ലേ, വണ്ടി കൊണ്ട് ഞാൻ എങ്ങനെ ഏത് കുഞ്ഞു കയറി പറഞ്ഞാ പോകുന്നത്. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഞങ്ങൾ ഒരു ശരിക്കും പെട്ടു. ലിറ്ററലി ഞാൻ ലോക്കായി. കാരണം ഒരു റോഡ് എൻ്റെ എത്തി തിരിക്കാൻ പറ്റില്ല. ഒരു ഇഞ്ച് കട തിരിക്കണം. അങ്ങോട്ട് ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല. ഫുൾ റോഡ് ഉണ്ടാവും. കല്ലുകൾ കുഴികൾ മറ്റേ ഗർത്തങ്ങളൊക്കെ റോഡില്ല. ശരിക്കും പേടിച്ചോ. കാരണം അസ് ഞാൻ എന്തൊക്കെ എന്റെ സകല ജനങ്ങളെ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ കാറിനോട് മാപ്പ് പറഞ്ഞൊരു അയറ്റ് ചോട്ടാൻ കേട്ടെ. എനിക്ക് പോയി ശരിക്കും ഞാൻ പേടിച്ച ദിവസമായിരുന്നു. നാളെ ലോകാവസാനമാകുമെന്ന് കേട്ടാൽ നമ്മൾ എന്ത് രണ്ടുപേരും നാളെ ലോകാവസാനം വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? നല്ല ഫുഡ് കഴിച്ച് കിടന്നു പറഞ്ഞു. വേറെ ഒന്നും ചെയ്യാനല്ലോ ബ്രോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേരും നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ബേബി ഒരു ഫുഡ് ഐറ്റം ഓർമ്മ വരുമായിരിക്കാം. ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഉത്തരം എൻ്റെ ചോക്ലേറ്റ് ബ്രൗണി സംഭവമൊക്കെ ഇല്ലേ, ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ നമുക്ക് ഭയങ്കര രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് നമ്മൾ എക്സൽ ചെയ്യുന്ന ഒരു സ്കില്ല്, രണ്ടുപേർക്കും ഒരേപോലെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഇഷ്ടമുള്ള സംഭവം മാത്സ് പസിൽസ്. മാത്സ് പസിൽസ് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ എക്സലൻസ് ആയിരുന്നു. രണ്ടുപേർക്കും മാത്സ് പസിൽസ് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരുമിച്ച് ഞങ്ങൾ അയക്കാറൊക്കെയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാറൊക്കെയുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്സ് പസിൽസ്. രണ്ടുപേർക്കും മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മാത്സ് ടീച്ചർ. അത് നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് കിടക്കാണ്. റൗണ്ടിന്റെ പേരെന്താണ്? Who is most likely to. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പൊ അതില് ആരാണ് മോസ്റ്റ് ലൈക്ലി സംഭവം ചെയ്യാൻ ഇങ്ങനെ ആവാൻ? അതെ, നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചോദിക്കാട്ടോ. അപ്പൊ നമുക്ക് തന്നെ പറയാലോ, അടി ഉണ്ടാക്കുമ്പോൾ ആരാണ് ഫസ്റ്റ് തന്നെ കമ്പനി ആവുന്നത് അല്ലെങ്കിൽ സോറി പറയുന്നത്? നിലീന തന്നെയായിരിക്കും അല്ലേ? നിലീന. കാരണം നിലീന ഡെഫിനറ്റ്ലി എന്ത് പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ഇഷ്ടം ഉണ്ടോ നിലീന പെട്ടെന്ന് തന്നെ മറക്കും, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യും. ഞാനും അത്ര മോശമല്ല, എന്നാലും പോലും നിലീന പെട്ടെന്ന് ഓടി വന്നിട്ട് സോൾവ് ചെയ്യുന്നത്, പെട്ടെന്ന് ചിരിക്കുള്ളൂ. അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആരാണ് ഏറ്റവും വലിയ ഞാൻ പൊതുവെ എനിക്ക് പഠിപ്പ് ഭയങ്കര പണ്ടൊക്കെ, ഇപ്പൊന്നും അല്ല, എന്നാലും പൊതുവെ കുറച്ച് പഠിപ്പിച്ച് ബെറ്ററാണ് ഞാൻ. ആരാണ് ഏറ്റവും വലിയ കുക്ക്, ഏറ്റവും നല്ല കുക്ക്? ഞാൻ തന്നെ, സംശയം കാര്യത്തില്ല. നിലവിലാണ്. നിലവിലെ സൂപ്പർ കുക്കാണ്. എനിക്ക് കുക്കിംഗ് എനിക്ക് അറിയില്ല. ഞാൻ എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ എന്റെ പണി ഞാൻ എല്ലാ ഡിഷൊക്കെ വാഷ് ചെയ്യാനാണ്. എത്ര മെസ്സാക്കി മെലീന അന്ന് കുക്ക് ചെയ്യും. പക്ഷെ ഡിഷസ് ഒക്കെ ഞാൻ മാക്സിമം വാഷ് കൊടുക്കാറുണ്ട്. കിച്ചൺ മൊത്തം വൃത്തിയായി കുട്ടപ്പണി കൊടുക്കാറുണ്ട് ഞാൻ. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സ്കില്ലുണ്ട്. പക്ഷെ എനിക്ക് ആരാണ് ആദ്യം എണീക്കുന്നത്? ഡിപ്പെൻഡ്സ്. അത് നിലീന എണീക്കുന്നത്. കാരണം ഇപ്പൊ നിലീന ഭയങ്കര റൂട്ടിനൊക്കെ പിടിച്ച് രാവിലെ 6:30 എണീക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിന് മുമ്പ് ഒരു കാലത്ത് ഈ ലോക്ക്ഡൌണൊക്കെ മുമ്പ് ഞാനാണ്. കാരണം എനിക്ക് രാവിലെ ജിമ്മിൽ പോകണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആരാണ് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾ? സംശയം പറയാം, ഞാൻ കുറച്ച് മെന്റലി വീക്ക് ആയിട്ടുള്ള, ഞാൻ സമ്മതിക്കുന്നു. അത് പെട്ടെന്ന് എന്താ പറയുക, ഇമോഷണലി പെട്ടെന്ന് വിഷമമൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ തങ്ങി നിൽക്കും. എനിക്കൊക്കെ പെട്ടെന്ന് ഹീലായി പോകും. പെട്ടെന്ന് സങ്കടങ്ങളൊക്കെ അപ്പൊ തന്നെ ഹീലായി പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഓക്കെയാണ്. ഇമോഷണലി വീക്കാണ്, എന്നാലും ബെറ്റർ നിലീന സ്ട്രോങ് ആണ്. ആരാണ് ഏറ്റവും കൂടുതൽ ബ്രെത്ത് പിടിച്ച് നിൽക്കാൻ ശേഷിയുള്ള, ശ്വാസം പിടിച്ച്? ഞാൻ ആക്ച്വലി കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബ്രെത്ത് പിടിച്ചു. ഞാൻ നീന്താൻ എനിക്കറിയാം, സ്വിമ്മിങ് അറിയാം. ഞാൻ ഭയങ്കരമായിട്ട് നാട്ടിൽ കൂടെ ഒക്കെ സ്വിമ്മിങ് പോകുന്ന കണക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ നല്ല പിടിച്ചത്. പക്ഷേ ഞങ്ങളൊരു ദിവസം ഒരു കോമ്പറ്റീഷൻ വെച്ചു. ഞാൻ ജീവ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ, സൂരജൊക്കെ ഉണ്ടായിരുന്നു. ഇതോ ഈ മത്സരം വെച്ച് നോക്കി. അപ്പൊ എല്ലാവരും നിലയിൽ തോപ്പിച്ചു. കാരണം എനിക്ക് ഭയങ്കര കൺട്രോളാണ്, ബ്രെത്ത് പിടിക്കാൻ ഭയങ്കര കൺട്രോളാണ്. ശ്വാസം പിടിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിലയിൽ ഡെഫിനറ്റ്ലി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കെയറിംഗ് ആയിട്ടുള്ള ആൾ? രണ്ടുപേരും കെയറിംഗ് ആണ് ആക്ച്വലി അല്ലേ? എന്താ ഉത്തരം? എനിക്ക് ഏട്ടനാണെന്നാണ് ഞാൻ പറയാം. എനിക്ക് നല്ല കെയറിംഗ് ആണ്. എന്നാലും എനിക്ക് ഒന്ന് കമ്പാരിറ്റീവ് ഒന്നുകൂടെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഞാൻ കുറച്ച് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നിൽക്കും. അങ്ങനത്തെ ആളാണ്. ഓക്കെ, ആരാണ് ഏറ്റവും ഫൺ ടു ബി?
ഞാനല്ല, ഞാൻ അങ്ങനെ അത്ര, ഞാൻ കുറച്ച് ഇൻട്രോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട് സർക്കിൾ ഞാൻ നല്ല ഫണ്ണാണ്. പക്ഷെ പൊതുവേ എലീന ഇസ് വെരി ഫൺ ടു ബി വിത്ത്. ഞാൻ എന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോണിൽ ഞാൻ വളരെ ഫൺ ടു ബി വിത്ത് ആണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ജനറലി ഞാൻ അത്ര കുറച്ച് ഇൻട്രോവേർട്ടായി നിൽക്കുന്നതാണ്. അത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ അല്ല. പക്ഷെ നമ്മൾ ഇതിന്റെ കംഫർട്ട് സോൺ ഇല്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? പറയൂ. ഏട്ടൻ. എനിക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഞാൻ ഷോർട്ട് ടെമ്പറാണ്. അത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് പോവും. ഞാൻ ഭയങ്കര കുറച്ച് ദേഷ്യമാണ്. ആരാണ് ഏറ്റവും വലിയ ഫുഡി? നീയാണ് ഫുഡി. നമ്മൾക്ക് ഭയങ്കര ഫുഡ് പ്രാന്തി. ഇവർക്ക് ഞങ്ങൾ പറയാം ഓക്കെ നമുക്ക് ഡയറ്റ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഇന്നും ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങും. അപ്പൊ ഇതിന്റെ 2 ദിവസമൊക്കെ നല്ല പക്കടായിരിക്കും. പക്ഷെ 3rd ഡേ നമ്മളേക്കും സങ്കടമായി, എനിക്ക് ചിക്കൻ ഫ്രൈ വേണം, എനിക്ക് അത് വേണം പറഞ്ഞിട്ട് പിന്നെ ഡയറ്റ് പൊട്ടിക്കും. പക്ഷെ ഡയറ്റിന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും മനസ്സ് നമ്മൾക്കില്ല ആ ഫുഡിനോടുള്ള ആക്രമണം കാരണം. ഭക്ഷണം എന്തോ എനിക്ക് എന്തോ ഭക്ഷണം ഇഷ്ടമാണ്. എനിക്ക് ഭക്ഷണം ഞാനും ഫുഡിയാണ് ആക്ച്വലി. പക്ഷെ നിലയുടെ അത്ര ഫുഡിയല്ല. നമുക്ക് ഞാൻ പട്ടിണി കിടക്കണമെങ്കിൽ പട്ടിണി കിടക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലും കൊതി വന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല, എനിക്കത് കഴിച്ചേ പറ്റൂ. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വരും. കരയൊക്കെ ചെയ്യും. ഭക്ഷണം നല്ല ആഗ്രഹം നടന്നില്ല സങ്കടം. ഭക്ഷണം മാത്രം, ബാക്കി കുഴപ്പമില്ല. ഭക്ഷണം കണ്ടില്ലെങ്കിൽ ഭയങ്കര. അതെ, അതായിരുന്നു നമ്മുടെ ഈ ഒരു ഹൂ നോസ് ഹൂ ബെറ്റർ വ്ളോഗ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഹൂ നോസ് ഒന്നും ആയെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ഞങ്ങളെ കുറിച്ച് കുറെ അറിയാൻ പറ്റും തോന്നുന്നു. എനിക്ക് അങ്ങനെ അത് അറിയാൻ തോന്നുന്നു. സന്തോഷങ്ങളുള്ള നമ്മുടെ സങ്കടങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഇതുവരെയുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്തു. ഹോപ്പ് യു ഹാഡ് എ ഡീസന്റ് ടൈം വിത്ത് us. എന്തായാലും അടുത്തൊരു നല്ല വേറെ ഡിഫറെന്റ് ടോപ്പിക് ഞങ്ങൾ തരുന്നതാണ്. അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു ബിഗിനേഴ്സ് ആണ് വ്ളോഗിങ്ങിൽ. ഞങ്ങളായിട്ട് കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? എനിക്ക് ഞാൻ വ്ളോഗിങ് പോയിട്ട് ക്യാമറയുടെ ഫ്രണ്ട്, ആ ക്യാമറ തന്നെ ആദ്യമായിട്ട് കാണുന്നത് എന്റെ എൻഗേജ്മെന്റും കല്യാണത്തിന്റെ സമയത്താണ്. ഐ മീൻ അതിന് മുമ്പ് നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും. ദിലീന പൊതുവെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻസ് ഐഡിയാസ് ഉള്ള, പക്ഷെ സംസാരിച്ചത് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ. പക്ഷെ ഇപ്പൊ കുറെ ഇമ്പ്രൂവ് ആയി. എനിക്ക് തോന്നുന്നു 90% ഇമ്പ്രൂവ് ആയപ്പോൾ ആദ്യത്തെ അംബിഷൻ. അപ്പൊ ഇപ്പൊ എനിക്ക് ഒന്ന് ഓക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എനിക്കും പുള്ളിക്കാർക്ക് കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക, കമന്റ്സിൽ ഞങ്ങൾ ഒപ്പീനിയൻസ് പറയുക. പിന്നെ ഞങ്ങൾ ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുള്ള സജഷൻസും പറയാം. നമുക്ക് ഇടയ്ക്ക് DM ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് എന്താണെങ്കിലും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അവിടെ DM ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്താണെങ്കിലും പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ടൈം വിത്ത് us. Thank you so much. See you soon.